നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. അട്ടപ്പാടിയുള്ള ഒരു ചെണ്ടുമല്ലി തോട്ടത്തിലാണെന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിലിവിടെ മഞ്ഞ ചെണ്ടുമല്ലിയാണ്. ഈ മഞ്ഞ ചെണ്ടുമല്ലി ഇത് ഒരു തവണ അവർ മുറിച്ചതാണ്. പക്ഷെ ഓറഞ്ച് ചെണ്ടുമല്ലിയുടെ അത്ര തലകളില്ലെങ്കിലും കരുത്ത് വലിപ്പം കൂടുതലുള്ള തണ്ടുകൾക്ക് നല്ല വലിപ്പം കൂടുതലുണ്ട്. വളപ്രയോഗമൊക്കെ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയില്ല, ഇവിടെ നല്ല പാലക്കാടൻ ചൂട്, നല്ല ചൂടായതുകൊണ്ട് ആദ്യത്തെ മൊട്ട് മുറിച്ച് കളയാൻ അധികം മൊട്ട് മുറിച്ച് കളഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ പൂവൊക്കെ വിരിയാൻ തുടങ്ങി. ആ പൂവാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കാണുന്ന പൂവ് ആദ്യം വന്ന മൊട്ട് ഇവര് മുറിച്ച് കളയും. ഞാൻ പറഞ്ഞില്ലേ 20-ാം തീയതിയോട് അടുപ്പിച്ചിട്ടുള്ള മൊട്ടുകൾ മതിയെന്ന്. ഇനി ബാക്കിയുള്ള മൊട്ടുകളുണ്ട്. ഇപ്പോൾ ഈ ചെടിയിൽ നോക്കുക, ഈ ചെടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ചെടിയിൽ ഇത്രയും മൊട്ടുകൾ, ഒരു പൂവ് വിരിഞ്ഞു, ബാക്കിയുള്ള മൊട്ടുകൾ, ഈ മൊട്ടൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഓണത്തിന്റെ സമയത്തേക്ക് എത്തും. ഇതും വിരിയും. ഇനി പൂ വിരിഞ്ഞാലും മഴ പെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി അതിന്റെ പൂവ് നല്ലതായിരിക്കും. അപ്പൊ ഇതില് ഈ പൂവൊക്കെ നോക്കുക, അത് നമ്മളെ ഒരു ഉള്ളംകൈയിന്റെ 1/4 ഭാഗത്തിലേക്ക് വലിപ്പം വരുന്ന തരത്തിലായി. ഇത് ശരിക്കും ഉള്ളംകൈയിന്റെ ഇത്രയും വട്ടം വരും. നല്ല കുറച്ചും കൂടി വെയിൽ നന്നായി കിട്ടുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി വിരിയും. ഈ പൂ വിരിയാന്ന് പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ ഈ നിങ്ങൾക്ക് ചെറിയ ചുരുണ്ട് കിടക്കുന്ന പെറ്റല് ദളങ്ങൾ കാണാം. അത് ഫുൾ വിരിയുമ്പോഴാണ് ഈ പൂവിന് അത്രയും വെയിറ്റും വലിപ്പമായിട്ട് നമുക്ക് കാണുക. അപ്പോൾ ഈ ചെടികൾ ഇനിയും വിരിയാണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് നമ്മൾ മൊട്ട് കണ്ടിട്ട്, ചെറിയ മൊട്ട് കണ്ട് 15 ദിവസം ആകുമ്പോഴേക്ക് ഈ സ്ഥിതിയിലായി കഴിഞ്ഞാൽ പിന്നെയും 5 മുതൽ 10 ദിവസം വരെ ഇത് നിൽക്കും. പക്ഷെ അപ്പോഴേക്കും നല്ലോണം വിരിയും. ഇനി മാർക്കറ്റിലേക്ക് കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നല്ലോണം വിരിഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കിട്ടും, സാധനത്തിന് വെയിറ്റ് കിട്ടും. പക്ഷേ കടക്കാർക്ക് അത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ അതെന്ത് ചെയ്യും, വിറ്റുപോയില്ലെങ്കിൽ ആ ഇതളുകളെല്ലാം വിരിഞ്ഞ് അവർക്ക് നാശമാവും. അപ്പോൾ പൂ മാർക്കറ്റിൽ, കോയമ്പത്തൂർ പൂ മാർക്കറ്റിലൊക്കെ അവർ എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫുൾ വിരിയാത്ത മൊട്ടാണ് എടുക്കുക. ഫുൾ വിരിയാത്ത മൊട്ട് തന്നെ ഏകദേശം ഈ കണ്ടീഷനിൽ കുറച്ചും കൂടി വിരിഞ്ഞിട്ടുണ്ടാക്കുക. കാരണം ഇതൊക്കെ ഇനി അവിടെ വെള്ളം തളിച്ചു വെച്ചാലും കുറച്ചുകൂടി വിരിയും. അത് അവർക്ക് എന്താ വെച്ചാൽ 3 ദിവസം 4 ദിവസം ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ ചെണ്ടുമല്ലി വിൽക്കുന്ന ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമുക്ക് വെയിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ കൂടുതൽ കാത്തു നിന്നാൽ നമ്മളെടുത്ത് പൂ എടുക്കുന്ന ആൾക്കാർ അത് എടുക്കില്ല. കാരണം അവർക്കത് സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ചെണ്ടുമല്ലിയുടെ വളർച്ച ഇതും അതേപോലെ തന്നെ ഏകദേശം 40-50 സെന്റിമീറ്റർ അകലത്തിലും, വരികൾ തമ്മിൽ ഏകദേശം 3/4 മീറ്റർ മുതൽ 1 മീറ്റർ അകലത്തിലുമാണ് ഈ ചെടികൾ വെച്ചുള്ളത്. സ്പ്രിംഗ്ലർ ഉപയോഗിച്ചുള്ള നനയാണ്. ഇവിടുത്തെ വെയിൽ കണ്ടില്ലേ, നല്ല കനത്ത വെയിലാണ്. പിന്നെ ഇവിടുത്തെ അട്ടപ്പാടി ആ മല ചെരുവുകളൊക്കെ ഒന്ന് നോക്കുക, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതായത് ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ കുറച്ച് ദൂരെ ഊട്ടിയിലേക്കുള്ളൂ, അതുപോലെ കോയമ്പത്തൂരിലേക്കും വളരെ കുറഞ്ഞ ദൂരമുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കർഷകരെല്ലാവരും കഷ്ടപ്പെട്ട് ഈ സാധനം ഉണ്ടാക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞു, എല്ലാ സ്ഥലത്തും ഉണ്ടാക്കണ പോലെയല്ല ഇപ്പൊ ഈ ഏരിയയിൽ ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് ഏത് രീതിയിലായാലും പൂവ് കിട്ടിക്കഴിഞ്ഞാൽ വില കുറച്ച് കുറഞ്ഞാലും കോയമ്പത്തൂർ മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പൊ മറ്റു സ്ഥലങ്ങൾ, ഇപ്പൊ ആലപ്പുഴ, തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് ആ ലോക്കൽ മാർക്കറ്റിൽ, ആ ഏരിയത്തെ മാർക്കറ്റ് നോക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ഗുണമുള്ളത് കൊണ്ടാണ് ഇവർ ഈ മൊട്ട്, നമ്മൾ സാധാരണ ആദ്യത്തെ മൊട്ട് മുറിക്കാൻ പറഞ്ഞു, ഇവർ മൊട്ട് മുറിച്ച് കളയാതിരുന്നത് തന്നെ ഇവർക്ക് അങ്ങനെയുള്ള ആദ്യത്തെ ഒരു സെറ്റ് മൊട്ട് മുറിച്ചു. രണ്ടാമത്തെ സെറ്റ് മൊട്ടാണ് ഇപ്പൊ പൂ വിരിഞ്ഞിട്ടുള്ളത്. ഇത് മുറിക്കാത്തത് ഇവിടെ വന്നിട്ട് ഇവർക്ക് ഇതിന്റെ പൂ മാർക്കറ്റിലെ ആൾക്കാർ ഇവിടെ വന്നിട്ട് പൂവെടുത്ത് അവർക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ നമുക്ക് അതിന് കൊടുക്കേണ്ട ചെലവില്ല. അത് ഓരോ ക്ലൈമറ്റിന്റെ അനുസരിച്ചാണ് പൂവിന്റെ ശക്തി, വലിപ്പം ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. കൃത്യമായ വളപ്രയോഗം അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്യുമ്പോൾ നമ്മൾ മാർക്കറ്റ് ആദ്യം അറിയണം, എങ്ങനെ ഇത് വിൽക്കണം എന്നറിയണം. രണ്ടാമത്തെ കാര്യം, വളപ്രയോഗം വളരെ കുറഞ്ഞ രീതിയിൽ ചെയ്തുകൊണ്ട് ലാഭകരമാക്കണം. അല്ലാതെ കുറേ വളങ്ങൾ കൊടുത്തിട്ട് എനിക്കിത് ലാഭകരമല്ല എന്ന് പറയുന്നതിന് പകരം കുറഞ്ഞ വളത്തിലൂടെ ഈ സാധനത്തെ കൂടുതൽ പുഷ്പിച്ചെടുത്തിട്ട് നമുക്കത് വിൽപ്പന നടത്താൻ സാധിക്കണം. അതാണ് എല്ലാവരോടും പറയുന്നത്. അപ്പൊ അടുത്ത കൊല്ലമൊക്കെ ചെയ്യുമ്പോൾ ഇക്കൊല്ലത്തെ നിങ്ങൾ എഴുതി വെക്കുക ഏത് രീതിയിലാണ് ചെയ്തില്ല. പിന്നെ വേറൊരു ഇത് എന്താ വെച്ചാൽ, ഈ ചെണ്ടുമല്ലി കഴിയുന്നതോടുകൂടി ബാക്കി ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ തക്കാളി, പച്ചമുളക്, മറ്റു വിളകൾ അവർ നടും. ഇപ്പൊ ഇതിൽ ധാരാളം തേനീച്ചകളെ നിങ്ങൾ കണ്ടു, ധാരാളം തേനീച്ചകൾ വന്നിരിക്കുന്നുണ്ട് ഇതിലൊക്കെ കേട്ടോ. ഇതൊക്കെ ഇവർക്ക് പരാഗണത്തിന് സഹായിക്കും. പിന്നെ ഇത് മറ്റ് ജീവികളുടെ ശല്യങ്ങളൊന്നും ഇതിനെ ബാധിക്കാത്തത് കൊണ്ട് പരമാവധി വിളവ് കിട്ടും. അപ്പോൾ ഇതിൽ കൂടുതൽ ശ്രദ്ധിച്ച രീതിയിൽ നിങ്ങളതിൻ്റെ പരിചരണം നടത്തണം. ഞാൻ വീണ്ടും പറയുന്ന കാര്യമാണ്, ഓരോ പ്രാദേശികമായ കാലാവസ്ഥയ്ക്കും അവരുടെ മാർക്കറ്റിനും അനുസരിച്ച് വേണം ഇത്തരം ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യാൻ. അല്ലാതെ എല്ലാവരും കൃഷി ചെയ്യുന്നു എന്ന് കരുതിയിട്ട് ഞങ്ങളും ഇത് കൃഷി ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് വിറ്റ് ചിലവാകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ
നമുക്കത് കഷ്ടമായിരിക്കും. അത് ഒഴിവാക്കാനാണ് ഓരോ സ്ഥലത്തും ചിലപ്പോൾ ചില ഏരിയയിൽ ചില പൂ. ഇനി ഇവർക്ക് ഈ പൂവ് പൊട്ടിച്ചു കഴിഞ്ഞാൽ, ഓണത്തിന്റെ വിപണിയിലേക്കുള്ള പൂവാ, ഈ പൂവ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു തവണ കൂടി ക്രോപ്പ് ചെയ്തിട്ട് പ്രൂൺ ചെയ്തിട്ട് ഒരു തവണ വളട്ട് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടി കാലം ഇത് നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, കോയമ്പത്തൂർ മാർക്കറ്റ് എടുത്താണ് 365 ദിവസവും പൂവ് ചിലവാകുന്ന ഒരു മാർക്കറ്റാണ് കോയമ്പത്തൂർ, മറ്റു സ്ഥലങ്ങളിലെ പോലെയല്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ പൂവ്, ഓണത്തിന്റെ പൂവ് കഴിഞ്ഞാലും ഇത് ഒരു നശിപ്പിക്കാതെ ഒന്ന് പ്രൂൺ ചെയ്ത് ഒരു തവണ വളം കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ ഉണ്ടാവുന്ന പൂവ് മാർക്കറ്റിലേക്ക് നമ്മൾ എക്സ്ട്രാ നമുക്ക് പ്രോഫിറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അത് മുഴുവനും അങ്ങനെ മാർക്കറ്റിലേക്ക് കൊണ്ടുകൊടുക്കാൻ സാധിക്കും. എല്ലാ സമയത്തും മാർക്കറ്റിൽ പൂവ് എടുക്കുകയും ചെയ്യും. അപ്പോൾ വിപണി അറിഞ്ഞ് നിങ്ങൾ കൃഷി ചെയ്യുക. എന്തെങ്കിലും കുറെ കൃഷി ചെയ്യണമെങ്കിൽ പകരം വിപണിക്ക് ആവശ്യമായ കൃഷി ഏതാണോ നോക്കുക, അത് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഈ പൂക്കൃഷി, അതേപോലെ ഇനി ഇലക്കൃഷിയുണ്ട്, പൂച്ചെടികളുടെ ഇലകൾ വെച്ചിട്ട് ബൊക്കെ നിർമ്മാണത്തിനുള്ള, ഇതൊക്കെ പല പല സ്ഥലങ്ങളിലും ഇവിടെ നടക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായിട്ട് മറ്റു വീഡിയോയിൽ കാണാം. താങ്ക്